യദുചേട്ടനാണെങ്കിൽ കഥകളി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും അതേപോലെ ഇത്രയും ഒരു എന്താ പറയുക കലയോട് ഇത്രയും അടുത്ത ഇടവഴി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ കഥകളി എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഡെപ്ത് കൂടിയ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലുമില്ല. അല്ല, ഞാൻ ടെലിവിഷനിൽ വന്ന ശേഷം നമ്മളെ പരമാവധി ഇപ്പം ഈ രാജീവേട്ടനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ മാക്സിമം നമ്മളാൽ കഴിയും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതാണ്. ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഇനി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമകളെക്കുറിച്ച് പോലും ചിന്തിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ലൊക്കേഷനിൽ എൻജോയ് ചെയ്യാണ്. മനസ്സിലായില്ല, അത്ര ക്രിയേറ്റീവായിട്ടുള്ള സീൻസും നമ്മളെ കൊണ്ട് അതുപോലെ ചെയ്യിപ്പിക്കുന്ന ഡയറക്ടറും അല്ലേ. ശരിയാ. ശരിക്കും യദുചേട്ടനെ പറ്റി ഞാൻ കേൾക്കുന്നത് എന്നാണെന്നറിയാമോ, യദുചേട്ടൻ ഒരു ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ യദുചേട്ടൻ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്യും. അന്നേച്ചാ വർക്കിന് വരുന്നതെന്ന് പറയുന്നത് നേരാന്നോ? അങ്ങനൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് മനസ്സിനകത്തൊരു തൃപ്തി, നമ്മൾ അത് കറക്റ്റ് ആയിട്ട്. അതെ, നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം ഒരു ദിവസം രാവിലെ വന്നിട്ട് എടുക്കുന്ന ഒരു സീൻ അത്ര നല്ലൊരു സീനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ മറന്നു പോകും. അതിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അത് ശരിയാ. ഇപ്പൊ യദുചേട്ടൻ കംപ്ലീറ്റ് ആയിട്ട് അതിന് ഹോംവർക്ക് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച ഷൂട്ട് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യദുചേട്ടനോട് ഇന്ന ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു എന്ന് വെച്ചു. അപ്പം നമ്മൾ ഷൂട്ട് അടുക്കാറാകുമ്പോഴത്തേക്ക് യദുചേട്ടൻ അയ്യോ അത് ക്യാരക്ടർ മറ്റൊരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ക്യാരക്ടറെ മാറിയിട്ട് വേറൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രാജീവേട്ടൻ്റെ സീരിയലിൽ എനിക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനകത്ത് വളരെ കംഫർട്ടബിളാണ്. കാരണം എനിക്ക് നല്ലവണ്ണം അറിയാം. കാരണം ഏത് നിമിഷവും മാറാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടേ അത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ആ ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടറിലേക്ക് മാറിയപ്പോൾ എന്നിട്ട് രാജുവേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് നന്നാവും, ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനകത്ത്, കാരണം ഒരു മാസത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂമേൽ അതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ ചെയ്തിട്ട് അത് മാറിയപ്പോൾ ഉണ്ടായ ഒരു ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ആ സീരിയൽ ഭയങ്കര ക്ലിക്കായിരുന്നു. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. ഒരു മന്ത്രിയാവുന്ന ക്യാരക്ടറാണ്, മനസ്സിലെ പ്രഭുകുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത് ഒരു PWD എഞ്ചിനീയർ ആയിരുന്നു ക്യാരക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ക്ലിക്കായി. എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ രാജുവേട്ടൻ ചോദിച്ചു, ഇപ്പം തോന്നുന്നില്ലേ ഇത് ചെയ്ത് നന്നായെന്ന് തോന്നുന്നില്ലേ? അപ്പോഴും ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞു ഇല്ല ചേട്ടാ, ഇപ്പോഴും എൻ്റെ മനസ്സ് അശോകനിലാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ലില്ല. കാരണം വെച്ചാൽ നമ്മളെ ഇഷ്ടപ്പെട്ടു ആദ്യമേ. ഇതാ ഞാൻ പറഞ്ഞേ, യദുചേട്ടൻ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ യദുചേട്ടൻ നേരത്തെ അത് പ്രിപ്പയർഡ് ആണ്. അതിന് വേണ്ട മാനറിസംസിൽ ഒത്തിരി ഹോംവർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ട്രൂ എന്താ പറയുക, ഒരുപാട് ഈ അഭിനയത്തിലേക്ക് ഒരുപാട് 100% വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ എല്ലാവരും കേട്ട അറിവോടും ഞാൻ പറയുക 100% ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക്. അതുണ്ട്. പിന്നെ അതില്ലെങ്കിൽ പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഭയങ്കര യാന്ത്രികമായി പോകും. പിന്നെ നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു തൊഴിലെടുക്കുന്നു എന്നുള്ള ഫീലിംഗ് ആകും. ഇതല്ല, ഇത് ശരിക്കും എൻജോയ് തന്നെയാണ് നമ്മൾ. ഓക്കെ, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാ യദുചേട്ടൻ ചെയ്ത? ഇപ്പൊ സീരിയൽസിലായാലും പഴയ ഒരു സീരിയൽ ഉണ്ടായിരുന്നു സഹധർമ്മിണി, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, യദുചേട്ടൻ വില്ലൻ ആവുന്ന ഇഷ്ടാ? കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന കാണുമ്പോൾ സന്തോഷല്ലേ? ഏത് ചെയ്താലും നന്നായിട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. യദുചേട്ടൻ എങ്ങനെയാ ലൈഫിലേക്ക് വന്നോന്ന് പറഞ്ഞേ? യദുചേട്ടൻ വേണ്ടരുത്, അത് പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. അല്ലാതെ ചേച്ചിയുടെ വീട് ഞങ്ങൾ പാൽക്കുളങ്ങര, ഏതോട്ടം വെസ്റ്റ് ഫോർട്ട് പടിഞ്ഞാറേക്കോട്ട്. ഓക്കെ, അപ്പോൾ പ്രപ്പോസലായിട്ട് തന്നെ വന്നതാണ്. അടുത്തടുത്താണ് കണ്ടിട്ടൊക്കെ ഉണ്ട്, ഇനി ബാക്കി അമ്പലത്തിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, പക്ഷേ വേറൊന്നുമില്ല. ഓക്കെ, യദുചേട്ടനാണ് വരൻ എന്നൊക്കെ അറിഞ്ഞപ്പം ചേച്ചിയുടെ ഒരു ഇതൊക്കെ എന്തായിരുന്നു, സിനിമാ താരം അങ്ങനെയൊക്കെ ആയപ്പോ? പ്രത്യേകിച്ച് അതിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു എൻതൂസിയാസം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. സിനിമ നടനെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ എന്നാ പറഞ്ഞു ചേച്ചി അടുത്ത്? എല്ലാരും സപ്പോർട്ടീവായിരുന്നു. നീ സിനിമ നടനെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചില്ലേ? ഒരു അതിശയമായിരുന്നു എല്ലാവർക്കും. ഞാൻ ആനിയുടെ ഒരു തിക് ഫാനാണ് കേട്ടോ. ആനീസ് കിച്ചൺ അല്ല, അതിന് മുന്നേ ഞാൻ ഭയങ്കര ഫാനാണ് ആനിയുടെ. അയ്യോ, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സുന്ദരി കുട്ടിയാണ്. പാട്ടുണ്ടല്ലോ, ആ പാട്ടില്ലേ
ചിച്ച ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരുപാട് കാണുമായിരുന്നു. ഈശ്വര, എന്നിട്ട് യദുചേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലടാ. അല്ല എല്ലാം കൂടെ പറയാനുള്ള സമയം വേണ്ടേ? ഈ ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് യദുചേട്ടാ ശരിക്കും ഈ ക്യാരക്ടർ വൈസ് ചെയ്യുമ്പോൾ? ക്യാരക്ടർ വൈസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ക്യാരക്ടർ വൈസ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ സിനിമയിൽ ചെയ്തിരിക്കുന്ന അത്ര പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് അല്ലല്ലോ ഇപ്പോൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാലതാരമായിട്ട് അഭിനയിച്ചിരുന്ന സിനിമകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറച്ച് മുതിർന്നതിന് ശേഷം ഞാൻ അഭിനയിച്ച സിനിമകളിലൊന്നും അത്ര പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെലിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതലേ അഭിനയിക്കാനൊക്കെ വന്നപ്പോൾ പഠിക്കാനൊക്കെ നേരം കിട്ടിയോ? പഠിക്കാൻ നേരം കിട്ടിയെന്ന് വെച്ചാൽ പഠിത്തം അതിൻ്റെ കൂടെ അങ്ങ് പോയി, എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയി. അല്ല എല്ലാരും പറയും പക്ഷെ യദുചേട്ടൻ ഭയങ്കര സ്മാർട്ട് ആയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ല ഞങ്ങൾ ആ സമയത്ത് ഇല്ല, പ്രധാനമായിട്ടും ഞങ്ങൾ ഈ പറഞ്ഞ കഥകളി, മോഹിനിയാട്ടം, അങ്ങനെ ഡാൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മോഡൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഹൈസ്കൂൾ മുഴുവൻ മോഡൽ സ്കൂളായിരുന്നു. മോഡൽ സ്കൂളിലെ പിന്നെ സാർമാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര, പ്രത്യേകിച്ച് ആ കാലത്തെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അതല്ല അവർ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെ. അതെ, ഏട്ടനും പറയും എപ്പോഴും. അയ്യോ ഭയങ്കര രസമാണ് അല്ലേ. ഷാഹിച്ചേട്ടനോട് അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിന് മുമ്പേ ഉള്ള ബന്ധമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ കയറുമ്പോഴേ ഉണ്ട് അന്ന് ഷാഹിച്ചേട്ടനായിട്ട്, മനസ്സിലല്ലേ, അത്ര അടുപ്പമാണ് ഈ ഷാഹിച്ചേട്ടനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിഗാറ്റ ആയിട്ടുള്ള ബന്ധം, ഗിരി ചേച്ചി, പിന്നെ രാജചേട്ടൻ, വിനുചേട്ടൻ, അങ്ങനെ എല്ലാവരുമായിട്ടേ. അപ്പോൾ കലാജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയോ? അല്ല അതെന്താ പറയാ, ശരിക്കും അതൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു യദുചേട്ടനൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് എൻജോയ് ചെയ്ത്. സ്കൂൾ കോളേജ് കാലം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാരണം ഫോർട്ടേ സ്കൂളിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആൾക്കാർ വന്നിരിക്കുക, അവിടെ റിഹേഴ്സലിന് അമ്മ അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അമ്മ വന്നിട്ട് അവിടെ റിഹേഴ്സലിന് ആൾക്കാർ വന്നിരിക്കും, നിങ്ങളിവിടെ ബാറ്റ് എടുത്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക അല്ലേ, വാ. അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ അമ്മ ഒറ്റ മിനിറ്റ്, ഒരു ബോൾ ഒറ്റ മിനിറ്റ് എന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പോണേ. അല്ല ആ സമയത്ത് കഥകളിക്കൊക്കെ പിന്നെ എനിക്ക് സംസ്ഥാന തലത്തിൽ പിന്നെ ഫസ്റ്റ് പ്രൈസ്, എ ഗ്രേഡ്. ഞങ്ങൾ ഗ്രൂപ്പ്, ഞാനും അനിയനും തമ്മിലുള്ള ഗ്രൂപ്പിന് ഫസ്റ്റ് പ്രൈസ്, എ ഗ്രേഡ് എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവം മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമാണ് വെച്ചാൽ. പിന്നെ സ്കൂൾ യുവജനോത്സവത്തിലെ ആദ്യത്തെ സ്വർണ്ണക്കപ്പ് ഞങ്ങളായിരുന്നു വാങ്ങിച്ചത് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത് മോഡൽ സ്കൂളായിരുന്നു. അങ്ങനെ അതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചേച്ചിക്ക് കലയോട് ഇഷ്ടമാണ്. ചേച്ചി അത് പാട്ടുകാരിയാണ്, പാട്ട് പാടും. ചേച്ചി ഞങ്ങൾക്ക് ഒരു പാട്ട് തരുമോ? അത് പാട്ട് പാടണം. പാട്ട് എവിടെയെങ്കിലും ഏത് വേദി കിട്ടിയാലും വളരെ അപൂർവം ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കളിയാക്കുന്നില്ല. സാധാരണ ആൾക്കാർ ഈ പാട്ട് പാടുന്നവർ പൊതുവേ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ പിന്നെ പാട്ട് പാടുന്ന, ഞാനിപ്പോൾ എനിക്ക് ഈ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്, ഇന്നുമല്ലേ ഞാൻ പിന്നെ ദിവസമാവാം എന്നൊക്കെ പറയുന്നതാണ്. ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി പാട്ട് പാടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ചേച്ചിയെ യദുചേട്ടൻ ഇനി കുറച്ചു നേരം ഞങ്ങൾ മിണ്ടായിരുത്തുവേ. ചേച്ചി ഞങ്ങൾക്ക് ഒരു 2-3 പാട്ട് തന്നോളൂ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, ഇവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. മതിയോ? പാട്ട് പാടുന്നോ? കൊച്ചൊരു പാട്ട് പാടിത്തരാ പ്ലീസ്. ഇന്നോ ഞാനിൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേടി നനച്ചു കിനാവിൻ്റെ പുൻതൂവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവന ഒട്ടവൻ നിന്റെ വന്നു കൊട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടയിട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ,
ചേട്ടാ ഇപ്പം നമ്മുടെ ഒരു ആർട്ട് ഫോം, നല്ലൊരു ആർട്ട് ഫോമാണ് കഥകളി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ആരും അതിനു വേണ്ടി ആരും പഠിക്കാനായിട്ടോ കുട്ടികൾ വരികയോ ഒന്നുമില്ല. പക്ഷെ ചേട്ടൻ പഠിച്ചൊരു ആർട്ട് ഫോം തന്നെയാണ്, നല്ലൊരു ആർട്ട് ഫോമാണ്. അതിപ്പം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചേട്ടൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ചൊല്ലിയാടിയാവും. എനിക്കൊരു 2-3-4 ദിവസം ചൊല്ലിയാടി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് പഴയ അർത്ഥത്തിലേക്ക് വരും. കാരണം ഞാനത് അടിസ്ഥാനമായിട്ട് 10-12 വർഷം ഞാൻ പഠിച്ചതായതുകൊണ്ട് കുറച്ച് എനിക്ക് എളുപ്പമാണ്. ചേച്ചി വീട്ടിലെങ്ങനെയാ ചേച്ചി? കുഴപ്പമൊന്നുമില്ല ആനി, പക്ഷേ ഈ വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും ദേഷ്യം വരില്ല. പക്ഷെ നിസ്സാര കാര്യത്തിന് ചിലപ്പോൾ ദേഷ്യം വരും. ദേഷ്യം വരും. എത്ര നേരം ദേഷ്യം വരും? പെട്ടെന്ന് മാറും. ഇത് എതുചേട്ടൻ ചോദിക്കുന്ന എന്നെ തന്നെ ഞാൻ ചോദിക്കുവല്ലേ, എത്ര നേരം ഞാൻ ദേഷ്യപ്പെടും? അല്ല, ഒരാൾ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അറിയാൻ. എന്നിട്ട് പിന്നെ എന്നതേലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല വിഷമിച്ചെ പറ്റി എതുചേട്ടൻ പറയൂ. എന്താ പറയണ്ടേ? എന്താ ചേച്ചിയെ പറ്റി ഒരു അഭിപ്രായം പറയും. ചേച്ചി എങ്ങനെയാ വീട്ടില്? വീട്ടില് കുഴപ്പമില്ല.